സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരശീല വീണിരിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഈ ട്രാക്കിൽ തീപ്പൊരി പോരാട്ടങ്ങൾ നടന്ന ട്രാക്കിൽ ഒളിമ്പ്യൻ PR ശ്രീജേഷാണുള്ളത്. ഇവിടെ നിന്ന് ഒരുപാട് കുട്ടികൾ പൊരിഞ്ഞ പോരാട്ടം നടത്തി മെഡലുകൾ വാങ്ങി. ഇന്ന് ഈ ട്രാക്ക് ഒന്ന് തണുത്തിട്ടേ ഉള്ളൂ. എന്താണ് ആ കുട്ടികളോട് പറയാനുള്ളത്? വിജയിച്ചവർക്ക് ഇതൊരു തുടക്കമാവട്ടെ, പരാജയപ്പെട്ടവർ ഒരിക്കലും നിരാശരാവരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോം കുട്ടികളെ ഒളിമ്പിക്സ് സ്വപ്നം കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരിടമാണ്. അവിടെ വിജയിക്കുന്നവരുണ്ടാവും, തോക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വേണ്ടത് ഈ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇവിടെ കിട്ടിയ അനുഭവം സ്വന്തം ജീവിതത്തിലേക്ക് എടുക്കുക. ഇതൊരു ചവിട്ടുപടിയെ കണ്ടുകൊണ്ട് മുമ്പിലേക്ക് പോവുക. അതായത് ഒളിമ്പിക്സ് ലക്ഷ്യം കണ്ടുകൊണ്ട് ഇവരുടെ ജീവിതം ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ. ഒളിമ്പിക്സ് മാതൃകയിലുള്ള ഒരു മീറ്റാണ് ഇപ്പോൾ സമാപിക്കുന്നത്. ഈ മീറ്റിൽ 38 വർഷത്തെ റെക്കോർഡുകൾ പോലും പഴങ്കഥയാക്കി 30ഓളം മീറ്റ് റെക്കോർഡുകൾ പിറന്നിട്ടുണ്ട്. 10ലധികം റെക്കോർഡ് ബ്രേക്കിംഗ് പ്രകടനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടികളുടെ ഈ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് പ്രകടനങ്ങൾ നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ട്രെയിനിങ് മെത്തേഡ് ചേഞ്ച് ആവുന്നതുകൊണ്ടുള്ള ഒരു വ്യത്യാസമായിരിക്കാം അത്. കാരണം ഇപ്പോഴത്തെ എല്ലാ കോച്ചസും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അവർ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാനും ശ്രമിക്കാറുണ്ട്. പിന്നെ കുട്ടികളാണെങ്കിലും അവരുടെ സാഹചര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. യൂട്യൂബിലൂടെ ആണെങ്കിലും ന്യൂട്രീഷനെ കുറിച്ചും സ്ലീപ്പിംഗിന്റെ ഇമ്പോർട്ടന്റിനെ കുറിച്ചും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടാവാം. ഞാൻ സംസാരിച്ചവരെല്ലാം കുറെ പറയുന്നത് കാരണം ഞങ്ങൾ ട്രെയിനിങ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതൊരു നല്ല കാര്യമാണ്. കാരണം അവരുടെ ചെറുപ്പത്തിലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡിൽ ട്രെയിനിങ് കിട്ടുമ്പോൾ അവരുടെ ബേസിക്സ് കറക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് മുമ്പിലേക്കുള്ളൊരു യാത്ര വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ ഒരു തുടക്കമാണ് ഒരുപക്ഷെ ഈ ഇത്രയും റെക്കോർഡുകൾ ഈ ഒരു ട്രാക്കിൽ പറഞ്ഞത്. ഇന്റർനാഷണൽ എക്സ്പീരിയൻസ്, എക്സ്പോഷർ, ഇത് രണ്ടും ഒരുപാടുള്ള ഒരു താരമാണ് ശ്രീജേഷ്. നമുക്കറിയാം, നമുക്ക് കേരളത്തിലെ ഈ കായിക മേഖലയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ നമ്മളത് അല്പസമയം മുൻപ് കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലായിരുന്നു. പലർക്കും ഗ്രൗണ്ടുകളില്ല, എക്യുപ്മെന്റ്സ് ഇല്ല, പോൾ വോൾട്ട് അതിന്റെ ബാറുകളില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. പോളില്ലാത്തൊരു കുട്ടി മത്സരിക്കാതെ മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ആ നിലയിൽ ഈ കേരളത്തിൽ ഈ അടിസ്ഥാന സൗകര്യം കായിക മേഖലയിൽ അതിന് ഏത് രീതിയിലാണ് വളരേണ്ടത്? അടിസ്ഥാന സൗകര്യം വളരാനൊന്നുമില്ല, അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അതാണ് ഇമ്പോർട്ടന്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ ഒരു വില്ലേജിലോ നമുക്കൊരു പബ്ലിക്കായിട്ട് കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട് പണിയുക, അവിടെ വന്ന് കുട്ടികൾക്ക് ട്രെയിനിങ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഇപ്പൊ പല യൂറോപ്യൻ രാജ്യങ്ങളും നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ ഫുട്ബോൾ വളരെ ഫേമസ് ആയിരിക്കും. അവർക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫുട്ബോൾ ക്ലബ്ബോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സ്കൂളുകളിൽ അതിന് വേണ്ടിയുള്ള പ്രൊമോഷൻ ഉണ്ട്. സ്കൂളുകൾ ഇനീഷ്യേറ്റീവ് എടുത്ത് അവർ സ്കൂൾ ഗ്രൗണ്ടുകൾ പണിയുകയും അല്ലെങ്കിൽ വേൾഡ് ക്ലാസ്സിലുള്ള സിന്തറ്റിക് ട്രാക്കുകളോ അല്ലെങ്കിൽ ആസ്ട്രോ ടർഫുകളോ പണിയുന്നുണ്ട്. അപ്പം ആ ഒരു മെന്റാലിറ്റി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഇന്നും കുറച്ചുകൂടെ പേരൻസിനെ സ്പോർട്സിലേക്ക് അവയർനെസ് കൊടുക്കണം. അപ്പോഴാണ് അവരുടെയും ഒരു ഇൻവോൾവ്മെന്റ് വരികയുള്ളൂ. അപ്പം നോർമലായിട്ട് പറയുകയാണെങ്കിൽ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ് സ്പോർട്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് എത്രത്തോളം നന്നായി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ടാലൻസിനെ നമുക്ക് ഗ്രാസ് റൂട്ടിൽ നിന്ന് തന്നെ കണ്ടെത്താനും പറ്റും. ഇപ്പോ പരിശീലകന്റെ റോളിലാണ്, കളത്തിന് ലൈനിന് പുറത്തു നിന്ന് കുട്ടികളെ കളിപ്പിക്കുന്നു. എങ്ങനെയുണ്ട് ആ ഒരു റോൾ വ്യത്യാസം? കളിക്കുമ്പോൾ നമുക്ക് അകത്ത് നിന്ന് നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരാളുടെ മിസ്റ്റേക്ക് നമ്മുടെ കഴിവുകൊണ്ട് കവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്കുകൾ വേറെ ആൾ കവർ ചെയ്തായിരിക്കും. പക്ഷെ ഇത് നമ്മൾ ഗ്രൗണ്ടിൽ പോലും ഇല്ല, നമുക്ക് ഗ്രൗണ്ടിൽ പുറത്താണ്. അപ്പം അത് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യുന്നുണ്ടോ, അതിനകത്ത് ഇനി എന്താണ് നമുക്ക് മാറ്റേണ്ടത് എന്നുള്ള ചിന്തകളൊക്കെ വരുമ്പം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കോച്ചിങ് വളരെ എൻജോയബിൾ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മൾ വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി വേറെയാണ്. അപ്പം ഒരു പാഷൻ ആയതുകൊണ്ട് വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. തീർച്ചയായും. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്. എന്തായാലും ശ്രീജേഷാണ് ഈ സിന്തറ്റിക് ട്രാക്കിൽ നമ്മളോടൊപ്പം ചേർന്നത്. എല്ലാവിധ ആശംസകളുമാണ് വിജയിച്ച കുട്ടികൾക്കും ഒപ്പം തന്നെ പരാജിതർക്കും മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷനാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം റാഫി കരീം, 24.